ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് സ്നേക്ക് പാർക്കിലും വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കയറുന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം അമ്മ കുറച്ചായതേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ വെറുതെ വണ്ടിയിൽ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ ആദ്യം കുറേ മീനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ മീനൊക്കെ കാണാൻ പോയി. കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഊച്ചയായിരുന്നു, അപ്പോൾ അതിനെ കാണാനൊന്നും പറ്റുന്നില്ല. കാരണം അതൊരു മൂലൊക്കെ ആയിരുന്നു, ചൊടിച്ചിട്ടുള്ളതായിരുന്നു എന്ന് തോന്നുന്നു. ഈ മരപ്പട്ടിയും അങ്ങനെ തന്നെ എന്തോ വിഷമം പോലെ ഉണ്ട് കാണാൻ. പിന്നെ കുരങ്ങിനെ കാണുമ്പോൾ കളിയാക്കൽ അത് എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ടായിരുന്നു കുറേ പറഞ്ഞിട്ട്. പിന്നെ ഇത് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ചെടികളാണ്. പിന്നെ ഇവിടെ ഉണ്ടായത് ചെറിയ മയിലായിരുന്നു. നല്ലോണം ചെറുതാണത്. അപ്പോൾ ആ വലുതാവുമ്പോൾ മറ്റേ പീലിയൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇത് കുഴപ്പമില്ല. പിന്നെ എനിക്ക് പാമ്പിനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ തന്നെയായിരുന്നു ഇവരൊക്കെ നിർബന്ധിച്ചത് സ്നേക്ക് പാർക്കിൽ പോകണം എന്നൊക്കെ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പറശ്ശിനിക്കടവിലേക്ക് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും സ്നേക്ക് പാർക്കിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പാമ്പ് കുറേ തരം പാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നല്ല 2-3 ഒന്നിച്ചായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ മുത്തപ്പനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സാധനത്തിൻ്റെ പേരെനിക്ക് എന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ മഗർ ക്രോക്കോഡൈൽസ് ഇതൊക്കെ കാണാൻ ഒരു പാറ പോലെ ആയിരുന്നു. ഇങ്ങനെ ഒരു ക്രോക്കോഡൈലാണെന്ന് മനസ്സിലാവുന്ന പോലും ഇല്ല അതിനെ കാണുമ്പോൾ. ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായിരുന്നു, അനങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഓളയും കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ. പിന്നെ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഓടിപ്പോ, ഞാൻ ഫോട്ടോ എടുത്തു തരാം. പക്ഷെ ഓടാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ സ്റ്റെപ്പ് കയറിയിട്ട് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ഫോട്ടോ അല്ലേ എന്ന് വിചാരിച്ച് പോയതാണ്. ചില പാമ്പൊക്കെ ഇവിടെ VIP ആണ്. പിന്നെ ചിലതിൽ പാമ്പ് ഉണ്ടായിരുന്നില്ല. കുറേ എണ്ണത്തിന് ഇങ്ങനെ പാമ്പ് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുന്നുണ്ടായത്. പക്ഷെ ചിലതിൽ ഉണ്ടായിരുന്നില്ല, തീരെ ഉണ്ടായിരുന്നില്ല പാമ്പ്. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മളെ പറ്റിച്ചു അവർ, നമുക്ക് ക്യാഷ് തിരിച്ച് വാങ്ങാമെന്നൊക്കെ.
അവിടുന്ന് എന്താ തിരിച്ച് വരാൻ നിൽക്കുവാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് വരുന്ന വഴിക്ക് മാടായിക്കാവിലും ഒന്ന് കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പറശ്ശിനിക്കടവിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫോട്ടോസ് എങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.